നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് പണിയെടുക്കുന്നത് പറഞ്ഞുതരാം. ആദ്യം കമ്പനി നമ്മൾക്ക് ഇങ്ങനെ എൻ്റെ കമ്പനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക, ഹാക്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാ പെർമിഷനും തന്നിരിക്കുന്നു. അപ്പോൾ വിത്ത് പെർമിഷനാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നത്. അല്ലാതെ നാളെ പോയി എല്ലാ ബാങ്കും ഹാക്ക് ചെയ്ത് പൈസയൊക്കെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളെ ബാങ്ക് ഹാക്ക് ചെയ്തിട്ടുണ്ട് എനിക്കുള്ള റിവാർഡ് തരും എന്ന് പറഞ്ഞാൽ ചവിട്ടിട്ടു. അപ്പോൾ ആദ്യം പെർമിഷൻ എടുക്കും. ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയുന്നത്, ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യാം? ജനാലയിലൂടെ വരാം, വേണമെങ്കിൽ എയർഹോൾസിൻ്റെ അകത്തേക്കൂടി കയറി വരാം, അല്ലെങ്കിൽ ഡോർ പൊളിച്ച് വരാം. ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ ഹയർ ചെയ്തിട്ട് പറയാണ് ഇതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറാൻ ഒരു പോസിബിലിറ്റി കണ്ടെത്താൻ. പല രീതിയിൽ അവർ പെനിട്രേഷൻ നോക്കും, ടെസ്റ്റ് ചെയ്യും. ബാത്റൂമിലേക്ക് കയറാനും പൈപ്പിലൂടെ കയറാനും ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയിലേക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ എന്നോട് വന്നിട്ട് പറയും നിൻ്റെ ആ ജനൽ സ്ക്രൂ ലൂസാണ്, ഇങ്ങനെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്, ഇതാണ് റിപ്പോർട്ട്, എനിക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ എംപ്ലോയീസോട് പറയും അവിടെ ആ ജനൽ സ്ക്രൂ ലൂസ് ആവുന്ന ടൈറ്റ് ചെയ്യണം. ഇതേ സെയിം പരിപാടി നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാം. ആ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയുന്നു എൻ്റെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്, വെബ്സൈറ്റിൻ്റെ ATM ഉണ്ട്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിന് പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം. അവരെല്ലാത്തും പെനിട്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക, എല്ലാത്തിൻ്റെ അകത്ത് കയറാൻ നോക്കുക, സോഫ്റ്റ്വെയറിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇതെല്ലാം റിപ്പോർട്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒന്നും അറിയില്ലെങ്കിലും ഇതിൽ വലിയൊരു പ്രശ്നമല്ല. അറിയുന്നുണ്ടെങ്കിൽ നല്ലത്. ഇപ്പോൾ കോഡിംഗ് അറിയാത്തവർക്കും ഇതിൽ ഹാക്കിങ് പഠിക്കാൻ പറ്റും. നമ്മൾക്ക് അവർക്ക് സജഷൻ കൊടുക്കാം. അപ്പോൾ അവർ ഡെവലപ്പേഴ്സും കോഡിംഗ് അറിയുന്ന ആളത് ഫിക്സ് ചെയ്തോളും. അപ്പോൾ ആശാരിയും സ്ക്രൂ ടൈറ്റ് ആക്കുന്നവരൊക്കെ അവർ വിളിച്ചോളും, നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി.